സ്വന്തം മണ്ഡലത്തിൽ എന്ന പോലെ ലോക്സഭയിലും അതിഥിവേഷത്തിൽ രാഹുൽ ഗാന്ധി. വയനാട്ടിൽ വല്ലപ്പോഴും എത്തുന്ന രാഹുൽ ഗാന്ധി ലോക്സഭയിലെ സമ്മേളനങ്ങളിലും തീരെ പങ്കെടുക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ സമ്മേളനത്തിൽ ഒരു ദിവസം പോലും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഹാജരായില്ല. 2020 വർഷകാല സമ്മേളനം, 2022 ശീതകാല സമ്മേളനം, 2024 ബജറ്റ് സമ്മേളനം എന്നീ കാലയളവിൽ ഒരു ദിവസം പോലും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തിയിട്ടില്ല. ബാക്കിയുള്ള സമ്മേളനങ്ങളിൽ ഭൂരിഭാഗവും 50% താഴെയാണ് രാഹുലിന്റെ ഹാജർ നില. രാഹുൽ ഗാന്ധിയുടെ മൊത്തം ഹാജർ നില 51% മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബജറ്റ് സമ്മേളനങ്ങളോടുപോലും രാഹുൽ ഗാന്ധി മുഖം തിരിച്ചു. അമേത്തിയിലെ ജനങ്ങൾ കൈയൊഴിഞ്ഞ രാഹുൽ കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്നാണ് മത്സരിച്ചത്. എന്നാൽ വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും രാഹുൽ ഗാന്ധിക്ക് വിഷയമല്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒരു സ്വകാര്യ ബില്ല് പോലും രാഹുൽ സഭയിൽ അവതരിപ്പിച്ചിട്ടില്ല. സഭയിൽ 8 സംവാദങ്ങളിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്തത്. 2019 വയനാടുമായി ബന്ധപ്പെട്ട വിഷയം രാഹുൽ ഗാന്ധി അവസാനമായി ഉന്നയിച്ചത്. ചോദ്യോത്തരവേളയിലും രാഹുൽ ഗാന്ധി ശരാശരിയിലും വളരെ പിന്നിലാണ്. ദേശീയ സംസ്ഥാന ശരാശരി യഥാക്രമം 210ഉം 275ഉമായിരിക്കെ രാഹുൽ ഗാന്ധി വെറും 99 ചോദ്യങ്ങൾ മാത്രമാണ് സഭയിൽ അവതരിപ്പിച്ചത്. വയനാടിന്റെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാത്തതിൽ ജനങ്ങളും വലിയ പ്രതിഷേധത്തിലാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.